ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ യോസ് പൊന്നു. വെൽക്കം ടു മൈ ചാനൽ പൊന്നു ആദരാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആഫ്റ്റർ ഹെയർ കളറിങ് നമ്മൾ നമ്മുടെ ഹെയറിനെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു 6 പോയിന്റ്സ് ഞാൻ പറയാം. അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുടി ഹെയർ കളർ ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡീപ്പ് ഓയിലിംഗ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ കളർ പോവുമോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഹെയർ കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഓയിൽ മസാജ് ചെയ്യണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഹെയർ കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കുറച്ച് ഫ്രിസി ആയി മാറും. കാരണം അമോണിയം ഫ്രീ ഹെയർ കളറിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ അമോണിയ ഹെയർ കളറിങ്ങും ഉണ്ട്. അതായത് നമ്മൾ ബ്ലീച്ച് ഇട്ടിട്ടാണ് ഹെയർ കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ഹെയർ കളറിങ് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ആവുമ്പം ഈ ഹെയർ ഇതുപോലെ ഫ്രിസി ആയി മാറും. അതേസമയത്ത് നമ്മൾ അമോണിയ ഫ്രീ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ അങ്ങനെ ഫ്രിസി ആവില്ല. പക്ഷേ അതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മന്തൊക്കെ മാക്സിമം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഹെയർ കളറിങ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പൈസ മുടക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലീച്ചിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ബ്ലീച്ചിങ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഹെയർ ടെക്സ്ചർ വന്നിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ടെക്സ്ചറിൽ നമ്മൾ, അതായത് ഒരു ചകിരി പോലെ ആയിരിക്കാൻ മുടി. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ പറയാൻ പോകുന്നത്, നല്ലൊരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ നമുക്ക് നിർബന്ധമായിട്ടും നമ്മളെ കയ്യിൽ വേണം. ഞാൻ ഇന്നലെയാണോ കഴിഞ്ഞ ദിവസം ഡെയിലി കെയർ എസെൻഷ്യൽസിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ലോറിയൽ പാലസിൻ്റെ റെഡ് കളറിലുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഹെയർ പ്രൊട്ടക്റ്റിംഗ് ആണ്, ഹെയർ കളറിങ് പ്രൊട്ടക്റ്റിംഗ് ഷാംപൂ ആണ്. അപ്പോൾ നമ്മൾ ഹെയർ കളറിങ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വാഷ് കഴിയുന്നതിനനുസരിച്ച് നമ്മളെ ഹെയർ കളർ ഇങ്ങനെ ഡിമ്മായി വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഷാംപൂ തന്നെ യൂസ് ചെയ്യുക. ഈ ഒരു ഷാംപൂ ഞാൻ യൂസ് ചെയ്താൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഷാംപൂ തന്നെ യൂസ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഷാംപൂ, അതിൻ്റെ അതേ വേരിയൻറ്റിലുള്ള കണ്ടീഷണറും യൂസ് ചെയ്യാം. ഒരു ഷാംപൂ വേറൊരു കണ്ടീഷണറും യൂസ് ചെയ്യരുത്. അതിൻ്റെ തന്നെ കണ്ടീഷണറും നിങ്ങൾ യൂസ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നമ്പർ ഓഫ് ടൈംസ് കുറയ്ക്കണം എന്നുള്ളത്. നമ്മൾ ഡെയിലി തല കുളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാക്കുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ തല കുളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഓയിൽ മസാജ് ചെയ്യുക, കുറച്ച് നേരം ലീവ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഷാമ്പും കണ്ടീഷണറും ഇട്ട് കുളിക്കാം. അപ്പോൾ ഓയിൽ നമ്മുടെ തലയിൽ നിൽക്കുകയില്ല, നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഹെയർ കെയർ നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് ലീവ് ചെയ്യുന്ന സമയത്തും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിൽ നല്ലൊരു രക്തോട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് ഹെയർ ഗ്രോത്തിനെ അത് ബാധിക്കുകയില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെയർ കളറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അധികം ആൾക്കാർ പറയുന്നേക്കാം നല്ല മുടി കൊഴിച്ചിലുണ്ടായി. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കാൽപ്പിൽ അതിൻ്റെ ആ ഒരു കെമിക്കലിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോടാണ് മുടി കൊഴിയുന്നത്. പിന്നെ ഹീറ്റും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കാൻ മറക്കണ്ട. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി വെയിൽ കൊള്ളിക്കാതിരിക്കാം. മുടി നമ്മൾ ഹെയർ കളറിങ് ചെയ്താലും ഇല്ലെങ്കിലും മുടി അത്ര വെയിൽ കൊള്ളിക്കുന്നത് നല്ലതല്ല എന്ന് പറയും. അതായത് കുട ചൂടി നടക്കുകയോ അല്ലെങ്കിൽ മുടി ഒരു ഷോൾ വെച്ച് കവർ ചെയ്യുകയോ, അധികം പേര് 2 വീലറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മുടി കുളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പറത്തിയിട്ടിട്ട് പോകുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നമ്മൾ അങ്ങനെ ഇടുന്ന സമയത്ത് ഉള്ള ഡസ്റ്റ് മുഴുവൻ നമ്മളെ മുടി വലിച്ചെടുത്ത് ഡേർട്ടായി മാറുകയാണ് ചെയ്യുക. അതുകൂടാതെ മുടിയിൽ ഫുള്ള് ഫ്രിസ്നെസ് കൂടി ഭയങ്കര മോശമാവുകയാണ് ചെയ്യുക ഹെയർ. അപ്പം നിങ്ങൾ വെയിലത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഷോൾ ഉപയോഗിച്ചിട്ടോ ഒരു കുട ഉപയോഗിച്ചിട്ടോ നിങ്ങളെ ഹെയറിനെ നമ്മൾ ഫേസിനെ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെയറിനെയും പ്രൊട്ടക്ട് ചെയ്യുക. അതിന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മുടി എപ്പോഴും കണ്ടീഷനിങ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇപ്പം ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഹെയർ മാസ്ക് അവൈലബിൾ ആണ്. അത് നമ്മളൊരു വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ഒരു മന്ത്ലി ട്വൈസോ അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. അത് നമ്മളെ മുടീനെ കുറച്ച് ഫ്രിസ്നെസ് കുറയ്ക്കാനും മുടി കുറച്ച് മാനേജബിൾ ആക്കാനും ഒക്കെ നല്ലതാണ് ഈ ഹെയർ മാസ്ക് എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. അതിൽ ഈ ഹെയർ കളറിങ് പ്രൊട്ടക്ഷൻ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഞാനിവിടെ ലോറിയലിൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ, നമ്മളിപ്പം ഓയിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മുടി കുറച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി കുറച്ച് കാറ്റത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുടി എന്തായാലും ഒന്ന് കുറച്ചൊന്നിങ്ങനെ പാറിക്കിടന്ന് ഇതുപോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഹെയർ സിറം എന്തായാലും യൂസ് ചെയ്യാം.
അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹെയർ സിറം യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയാലും എന്ത് പ്രൊഡക്റ്റ് ആയാലും നമ്മൾ ആലോചിക്കുക നമുക്കിത് ആവശ്യമുണ്ടോ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ സ്കിൻ കെയറിൻ്റെ കാര്യമായാലും ഹെയർ കെയറിൻ്റെ കാര്യമായാലും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാം. ആവശ്യമില്ലാണ്ട് വെറുതെ ഇത് കെയറിങ്ങിനുള്ളതാണെന്ന് വിചാരിച്ച് വെറുതെ അങ്ങ് ഓരോരുത്ത് വാരി അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഉപയോഗിക്കാം. കഴിയുന്നതും വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലോ അങ്ങനെയൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ കുളി കഴിഞ്ഞാലും ഒരു 1 2 3 ഡ്രോപ്സ് ഫ്യൂ ഡ്രോപ്സ് എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിനുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെയർ സിറത്തിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുക. പിന്നെ സ്കാൽപ്പിൽ അധികം അപ്ലൈ ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. സ്കാൽപ്പിൽ നമ്മൾ എപ്പോഴും ഓയിൽ ഇടണം, എന്ന സമയത്ത് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കഴുകി കളയുകയും ചെയ്യണം. അല്ലെങ്കിൽ ഈ സ്കാൽപ്പിൽ ഓയിലൊക്കെ ഇട്ടിരുന്നിട്ട് അതുകൂടെ ഡേർട്ടായി മാറി അത് സ്കാൽപ്പ് മോശമാക്കാനും ഡാൻഡ്രഫ് വരാനും ഒക്കെ ഉള്ള സാധ്യതയുള്ള കൂടുതലുള്ള കാര്യമാണ്. അപ്പോൾ അതുകൂടെ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് അവർ ചാനൽ. ദിസ് ഇസ് Adira signing off. Take care. Bye bye. Love you.